അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ചോദ്യം വരുന്നത്. ഓക്കെ, എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം നമ്മുടെ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റിക് ആണോ അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായിട്ടും രണ്ട് പാരാമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് സസെപ്റ്റബിലിറ്റിയും, രണ്ട് എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിബിലിറ്റി. ഓക്കെ, ഈ രണ്ട് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് ടേംസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലെങ്കിൽ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു മെറ്റീരിയൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് സസെപ്റ്റബിലിറ്റി, എന്താണ് റിലേറ്റീവ് പെർമിബിലിറ്റി, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ, അത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിനോട് എത്രമാത്രം സെൻസിറ്റീവ് ആണ്. അപ്പോൾ സപ്പോസ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കുകയാണ്, ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഈ ഒരു മെറ്റീരിയൽ എത്രമാത്രം സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം മാഗ്നറ്റൈസേഷൻ പോസിബിൾ ആണ്. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു കാന്തം എടുത്തിട്ട് ഒരു ഇരുമ്പിലോട്ട് കൊണ്ടുപോക്കുകയാണെങ്കിൽ ചെറിയൊരു മാഗ്നറ്റിസം അത് ഇൻഡ്യൂസ് ചെയ്യും, ഇല്ലേ? അപ്പൊ അതൊക്കെയാണ് ബേസിക്കലി ആ സസെപ്റ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എത്രമാത്രം ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും, ഒരു ഫ്ലെക്സിൽ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിന്റെ അല്ലെങ്കിൽ ഫീൽഡിന്റെ അകത്ത് കൊണ്ട് വെക്കുമ്പോൾ എത്രത്തോളം ആ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ബേസിക്കലി സെൻസിറ്റിവിറ്റി ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. എത്രമാത്രം സെൻസിറ്റീവ് ആണ് ഒരു മെറ്റീരിയൽ, ഹൈലി സെൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ ലെസ് സെൻസിറ്റീവ് ആണോ മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് പെർമിബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം മാഗ്നറ്റൈസേഷൻ പോസിബിൾ ആണ്. ഡെഫിനിഷൻ പറയുന്നത് ഇത് സെഡ് ടു ബി ഇറ്റ്സ് മാഗ്നറ്റൈസേഷൻ കാപ്പബിലിറ്റി ഡിറ്റർമൈൻ ഹൗ മച്ച് മാഗ്നറ്റിക് ഫ്ലെക്സ് ക്യാൻ മെറ്റീരിയൽ സപ്പോർട്ട്. എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലെക്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈ പെർമിബിൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും അതൊരു ഗുഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയാൻ സാധിക്കും. നേരെ മറിച്ച് വളരെ ചെറിയ ഒരു പെർമിബിലിറ്റി ആണെങ്കിൽ അത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലെക്സിനെ അവന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് മാഗ്നറ്റിക് പെർമിബിലിറ്റി. അപ്പൊ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഫ്രീ സ്പേസ് ഒരു മെറ്റീരിയലിന്റെ പെർമിബിലിറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിബിലിറ്റി. റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? റിലേറ്റീവ് ആണ്. ഒരു പാരാമീറ്റർ സെയിം പാരാമീറ്റേഴ്സിന്റെ റേഷ്യോസ് ആണ് എടുക്കുന്നത്, അല്ലെ? അപ്പം അത് ഒരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ലെസ് ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിനെയും മാഗ്നറ്റിക് പെർമിബിലിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരെണ്ണം സെൻസിറ്റിവിറ്റി, രണ്ടാമത്തെ ഹൗ മച്ച് ഫ്ലെക്സ് ഇറ്റ് ക്യാൻ ഹോൾഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന പാരാമീറ്റർ ആണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്താണ് സസെപ്റ്റബിലിറ്റി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്താണ് പെർമിബിലിറ്റി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, പ്രധാനമായിട്ടും നമുക്ക് മെറ്റീരിയൽസിനെ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ലീനിയർ ആയിട്ട്, ഒന്ന് നോൺ ലീനിയർ എലമെന്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ലീനിയർ വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും, ഫ്ലെക്സ് കൊടുത്ത് മാഗ്നറ്റൈസ് ചെയ്യും. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഫ്ലെക്സ് കൊടുത്താൽ അതിന്റെ പ്രൊപ്പോർഷനാലിറ്റി ആയിരിക്കില്ല അത് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. മേ ബി ഡിപ്പെൻഡിങ് അപ്പോൺ മെറ്റീരിയൽ അതിന്റെ മാഗ്നറ്റൈസേഷൻ എബിലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കത്തില്ല. അതൊരു നോൺ ലീനിയർ ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് മാത്രമായിരിക്കും ഇൻക്രീസ് ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ മെറ്റീരിയൽ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്ന് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലും ഒന്ന് പാരാമാഗ്നറ്റിക് മെറ്റീരിയലും. അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് സസെപ്റ്റബിലിറ്റി, ചൈ എന്ന് വിളിക്കുന്ന ഒരു ടേമാണ് സസെപ്റ്റബിലിറ്റി.
മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 0. നമ്മൾ പറഞ്ഞു സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെൻസിറ്റിവിറ്റി ടു മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലെക്സ് കൊടുത്താലും മാഗ്നറ്റിക് ഫ്ലെക്സ് കൊടുത്താലും അതിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും. വലിയ കാര്യമായിട്ട് റെസ്പോൺസ് ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അതായത് അതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കില്ല. പെർമിബിലിറ്റി നോക്കുക, റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതിപ്പോ നമ്മുടെ സ്റ്റേറ്റ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പെർമിബിലിറ്റി, റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ 1 ആണെന്നൊക്കെ നമ്മുടെ സ്റ്റേറ്റ് PSC എക്സാംസിനൊക്കെ കണ്ടിട്ടുള്ള ചോദ്യമൊക്കെയാണ്. സോ ഓർത്ത് വെക്കുക, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 0യും റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വരുന്നത്. ദാറ്റ് മീൻസ് അത് തീരെ സെൻസിറ്റീവ് അല്ല ഫ്ലെക്സിന്. ദെൻ പെർമിബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മീൻസ് അത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ലീസ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ബിഹേവ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി കൂടിയതായിരിക്കും. നമ്മൾ പറഞ്ഞു ഫ്ലെക്സ് കൊടുത്താൽ ഒന്നും റെസ്പോണ്ട് കാണിക്കില്ല എന്ന്. പക്ഷെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ഫ്ലെക്സ് കൊടുത്താൽ അത് ചെറിയൊരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ചെറിയൊരു മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി അത് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും സസെപ്റ്റിബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 0. ചെറിയൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. പക്ഷേ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ, പക്ഷേ അത് ഹൈലി മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല, ഒരു ചെറിയ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവൻ എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, അത് എന്ന് പറയുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നോക്കാം, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ 0, റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ സസെപ്റ്റിബിലിറ്റി മച്ച് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഒരു ഫ്ലെക്സ് കൊടുത്താൽ ആ ഫ്ലെക്സിനെ കടത്തി വിട്ട് അത് അവിടെ ഒരു മാഗ്നറ്റൈസേഷൻ പോസിബിൾ ആകും. ഓക്കെ, ഒരു നോർത്ത് പോളും സൗത്ത് പോളൊക്കെ പ്രോപ്പർ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളൊക്കെ ജനറേറ്റ് ചെയ്ത് അവൻ ഒരു ഫ്ലെക്സ് ജനറേറ്റ് പാസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ എക്സിബിറ്റ് ചെയ്ത് രണ്ട് പോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് അവന് നിൽക്കാൻ സാധിക്കും. അതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സസെപ്റ്റിബിലിറ്റി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് റിലേറ്റീവ് പെർമിബിലിറ്റി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ susceptibility is much greater than 0 and relative permeability is much greater than 1. Okay, so ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മെറ്റീരിയലിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, 2 പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, 3 ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് അതൊരു പുവർ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അവന് പ്രത്യേകിച്ച് സെൻസിറ്റീവ് ഒന്നുമല്ല. ഫ്ലെക്സ് കൊടുത്താലും വളരെ ചെറിയ സെൻസിറ്റീവ്, ലെസ് ദാൻ 0, തീരെ സെൻസിറ്റീവ് അല്ല ഫ്ലെക്സ് ആയിട്ട്. റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുകയും സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. ദെൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗുഡ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. സസെപ്റ്റിബിലിറ്റി മച്ച് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. ഈ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, കാണാതെ പഠിക്കുന്നത്. എന്നാലും ഓർത്ത് വെക്കുക, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബിസ്മത്ത്, ലെഡ്, കോപ്പർ, സിലിക്കൺ, ഡയമണ്ട് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സോഡിയം ക്ലോറൈഡ് ഓർത്ത് വെക്കുക. അതിനേക്കാൾ ഉപരി ഈ ഒരു വാല്യൂ, സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 10⁻⁻5 ആയിരിക്കും. ഓക്കെ, സോ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 10⁻⁵ ആയിരിക്കും. കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ബിസ്മത്ത്, ലെഡ്, കോപ്പർ. ലെഡ് ഓർത്ത് വെക്കുക, കോപ്പർ ഓർത്ത് വെക്കുക. ഇതൊക്കെ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. നേരെ മറിച്ച് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിലോട്ട് വരുമ്പോഴേക്കും എയർ, പ്ലാറ്റിനം, ടങ്സ്റ്റൺ, പൊട്ടാസ്യം, എയർ ഒക്കെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ഇതിന്റെ വാല്യൂ വിൽ ലൈസ് ബിറ്റ്വീൻ 10⁻⁵ ടു 10⁻⁻3. ഈ രണ്ട് വാല്യൂസിന്റെയും ഇടയിലായിരിക്കും പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ നിലനിൽക്കുന്നത്. ദെൻ ഫെറോമാഗ്നറ്റിന്റെ കേസ് വരുമ്പോഴേക്കും കൊബാൾട്ട്, നിക്കൽ, അതിൻ്റെയൊക്കെ അലോയ്സ് ഒക്കെ നമ്മുടെ പ്രോപ്പർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒക്കെയാണ് നമുക്ക് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കുക. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്, ക്യൂറി ടെമ്പറേച്ചർ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ക്യൂരിഡ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു സർട്ടൺ ടെമ്പറേച്ചർ, ആ ഒരു ലെവലാണ് ടെമ്പറേച്ചറിന്റെ. ഓക്കെ, ആ ഒരു ക്യൂരിഡ് ടെമ്പറേച്ചർ പാസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ നേരെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്യൂരിഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ബോർഡർ ലൈൻ ആണ്. ആ ഒരു ബോർഡർ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് അതൊരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്വിച്ച് ചെയ്തിട്ടില്ല. യൂഷ്വലി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. സോ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ നിന്ന് നേരെ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടായിരിക്കും ആ ഒരു നമ്മുടെ മെറ്റീരിയൽ ബിഹേവ് ചെയ്യുക. അപ്പോഴാണ് ക്യൂറി ടെമ്പറേച്ചർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂറി ടെമ്പറേച്ചർ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ചിനെയാണ് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്ന മൂന്നെണ്ണമാണ് ഓൾറെഡി പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞു, അതിന്റെ വാല്യൂസിന്റെ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിന്റെ കൂടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. ലാസ്റ്റ് ക്ലാസ്സിൽ ബി ആൻഡ് എച്ച് എന്താണെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ബി എന്തായിരുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഇന്റൻസിറ്റി. സോ ബി എച്ച് കർവ് എന്ന് പറയുന്ന ഹിസ്റ്റെറിസിസ് ലൂപ്പ് അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് കർവ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ബി എച്ച് കർവിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ബി എച്ച് കർവ് എന്നിട്ട് പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ബി എന്ന് പറയുന്നത് വൈ ആക്സിസിലും എച്ച് എന്ന് പറയുന്നത് എക്സ് ആക്സിലുമാണ് വരുന്നത്, ഓർത്ത് വെക്കുക. സോ ബി എച്ച് കർവ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും തമ്മിലുള്ള ഒരു പ്ലോട്ടിനെയാണ് ബി എച്ച് കർവ് എന്ന് വിളിക്കുന്നത്. അത് ബേസിക്കലി ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷനെയോ ഡീമാഗ്നറ്റൈസേഷനെയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കർവാണ് ബി എച്ച് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു 0 എന്ന് പറയുന്ന പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനീഷ്യലി നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്ത് ഒരു ഫ്ലക്സിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ബിയും എച്ചും തമ്മിലുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഒരു ഒ മുതൽ പി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള കർവ്, ഈ ഒരു പാത്തായിരിക്കും ആ ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത് ഒ പി എന്ന് പറയുന്ന ഈ ഒരു ലൈനിൽ കൂടെ ആയിരിക്കും മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഒരു പോയിന്റിലേക്ക് നമ്മൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, ആ മാഗ്നറ്റൈസേഷനിൽ നിന്ന് ഞാൻ നേരെ ഒരു ഡീമാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടിയിലോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനീഷ്യലി നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യാണ്, ദെൻ നമ്മൾ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. ഓക്കെ, ഫ്ലെക്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? യൂഷ്വലി നല്ലൊരു മെറ്റീരിയൽ ആണെങ്കിൽ ഈ പാത്ത് വഴി തന്നെ തിരിച്ചും കൂടെ വരേണ്ടതാണ്. പക്ഷേ ഡ്യൂ ടു ദ characteristics of that material, it won't retrace the previous path. Okay, it won't retrace the previous path. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആ ഒരു മെറ്റീരിയൽ ട്രേസ് ചെയ്യുന്നത് പി മുതൽ ബി ആർ എന്ന് പറയുന്ന ഈ ഒരു പാത്തിൽ കൂടെ ആയിരിക്കും ആ ഒരു മെറ്റീരിയൽ എന്താണ് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇനീഷ്യൽ പാത്ത് എന്ന് പറയുന്നത് ഒ പി ആയിരുന്നെങ്കിൽ ദെൻ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എച്ച് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റൻസിറ്റി, അത് മാഗ്നറ്റിക് ഫ്ലക്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താലും ഓക്കെ മാഗ്നറ്റിക് ഇത് എച്ച് എന്ന് പറയുന്നത് 0 അല്ല ഈ പോയിന്റിൽ അല്ലെ. എച്ച് എന്ന് പറയുന്നത് 0, ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആക്കിയാലും നമ്മുടെ മെറ്റീരിയലിൽ ഒരു certain amount of ഫ്ലെക്സ് റിമൈൻ ചെയ്യും. ഓക്കെ, സോ നമ്മുടെ മെറ്റീരിയലില് ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിൽ വെച്ചിട്ട് ആ മാഗ്നറ്റിക് ഫ്ലെക്സ് എടുത്ത് റിമൂവ് ചെയ്തു. ഓക്കെ, ഇതാണ് മെറ്റീരിയൽ. ഇനീഷ്യലി നമ്മൾ ഒരു ഫ്ലെക്സിൽ വെച്ചേക്കുമായിരുന്നു. ആ ഫ്ലെക്സിൽ വെച്ചപ്പോഴാണ് ഫ്ലെക്സ് ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോഴായിരുന്നു ഈ ഒരു പാത്ത് ട്രേസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഈ ഫ്ലെക്സിനെല്ലാം ഒഴിവാക്കി ജസ്റ്റ് ആ മെറ്റീരിയൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 0 ആയാലും ഈ ഒരു മെറ്റീരിയൽ ഒരു certain amount ഓഫ് മാഗ്നറ്റിക് ഫ്ലെക്സ് ഹോൾഡ് ചെയ്യും. അതാണ് നമ്മൾ ബി ആർ എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനാണ് റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. സോ എത്രമാത്രം റിമെയിൻ ചെയ്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, ഫ്ലെക്സ് റിമൂവ് ചെയ്തതിന് ശേഷവും എത്രമാത്രം ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിന് നമുക്ക് റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് വിളിക്കാൻ സാധിക്കും. ദെൻ എപ്പോഴാണ് ബി 0 ആവുന്നത്? ഞാൻ അതിനുശേഷം ഈ ഫ്ലെക്സിനെ എടുത്ത് ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു ഫ്ലെക്സ് കൊടുക്കുമ്പോഴേക്കും മാഗ്നറ്റിക് ഫ്ലെക്സ് കൊടുക്കുമ്പോഴേക്കും ആ ഫ്ലെക്സ് കുറഞ്ഞ് ഒരു certain
കൊയേസീവ് ഫീൽഡ് ഇന്റൻസിറ്റി, ഒരു HC എന്ന് പറയുന്ന കൊയേസീവ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും, HC എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും ആയിരിക്കും നമ്മുടെ ഫ്ലെക്സ് ഡെൻസിറ്റി B എന്ന് പറയുന്ന ആ ഒരു ടേം 0 ആവുന്നത്. ദാറ്റ് മീൻസ് B 0 ആവണമെങ്കിൽ ഒരു നെഗറ്റീവ് H അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് റെസിഡ്യുവൽ ഫ്ലെക്സിനെ 0 ആക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ എഗെയിൻ നമ്മൾ പോകുമ്പോഴേക്കും എഗെയിൻ ആ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഡിമാഗ്നറ്റൈസേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ Q എന്ന് പറയുന്ന പോയിന്റിലെത്തും. എഗെയിൻ Q എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എഗെയിൻ മാഗ്നറ്റൈസ് ചെയ്യാന്ന് വിചാരിക്കുക, എഗെയിൻ ഒരു ഫ്ലെക്സ് കൊടുക്കുന്നു. അപ്പൊ എന്താ, നമ്മൾ യൂഷ്വലി എക്സിബിറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. എഗെയിൻ ഈ ഒരു സാധനം, ഈ ഒരു ലൂപ്പ് ഒരു നെഗറ്റീവ് BR വഴി വന്ന് തിരിച്ച് HCയിലോട്ട് വന്ന് നേരെ വന്ന് ഈ പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, സോ ഒരു ലൂപ്പായിട്ടായിരിക്കും ഇവൻ ആക്ട് ചെയ്യുന്നത്. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽ അത് മാഗ്നറ്റിക് ഫ്ലെക്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഫ്ലെക്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എക്സിബിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ആ ലൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്പിന്റെ ഏരിയ കൂടുന്നതനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ ലോസസ് കൂടുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ ഏരിയ കൂടുന്നതനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ ലോസസ് കൂടുകയാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുന്ന ലൂപ്പിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ട്രാൻസ്ഫോമർ പഠിച്ചപ്പോൾ, ട്രാൻസ്ഫോമർ ഓരോ മെഷീൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഹിസ്റ്റെറിസിസ് ലോസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രീഡിറ്റർമിനേഷൻ ഓഫ് ലോസസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും ഒക്കെ കണ്ടുപിടിച്ചാണല്ലോ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ. അപ്പോൾ ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നത് വളരെ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് ലോസസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ലോസസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്റെറിസിസ് ലൂപ്പിന്റെ ഏരിയ കുറയ്ക്കാനാണ് എപ്പോഴും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് BH കർവ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, BH കർവ് എന്താണ്? B എന്ന് പറയുന്ന Y ആക്സിസിലും H എന്ന് പറയുന്ന X ആക്സിസിലും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസും ഡിമാഗ്നറ്റൈസും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അവിടെ റെസിഡ്യുവൽ മാഗ്നറ്റിസം കണ്ടോ, കൊയേസീവ് ഫീൽഡ് ഇന്റൻസിറ്റി. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ്, റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് H0 ആകുമ്പോൾ B, കൊയേസീവ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് B0 ആകുമ്പോൾ H. ഈ രണ്ട് ടെർമിനോളജീസും ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇതിനെ റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ഇത്ര മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റിലേറ്റീവ് പെർമിബിലിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞു, റിലേറ്റീവ് പെർമിബിലിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു ടേം വന്നാൽ തന്നെ നിങ്ങൾ ഓർക്കുക, ദാറ്റ് വിൽ ബി നൺ ഓഫ് ദ പോലെ 0. ദാറ്റ് വിൽ ബി ഡയമെൻഷൻലെസ്. ഓക്കെ, കാരണം റിലേറ്റീവ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എയർ, സെയിം പെർമിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു എയർ. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പെർമിബിലിറ്റി തന്നെയാണ് വരുന്നത്. സോ ഡയമെൻഷൻ ലെസ് ആണ് വരുന്നത്. ഓക്കെ, സോ റിലേറ്റീവ് പെർമിബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് നൺ ഓഫ് ദ എബവ് ആണ് നമ്മുടെ ഓപ്ഷൻ വരിക. ഡ്യൂറിംഗ് ഹിസ്റ്റെറിസിസ് H വിൽ ഡാഷ് B. എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഡ്രോ ചെയ്തു, ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ H എന്ന് പറയുന്നത് ലീഡ്, എപ്പോഴും ലീഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുക, എപ്പോഴും ലീഡ് ചെയ്താണ് നിൽക്കുന്നത് H എന്ന് പറയുന്നത്. B ലേശം ലാഗ് ചെയ്ത്, കാരണം H0 ആയാലും B കുറച്ച് പയ്യെ താഴത്തോട്ട് വരുള്ളൂ. ഓക്കെ, സോ H എന്ന് പറയുന്ന ലീഡ്സ് ആയിരിക്കും ആൻസർ വരിക. ഡ്യൂറിങ് ക്യൂരി ടെമ്പറേച്ചർ, നമ്മൾ പറഞ്ഞു ക്യൂരി ടെമ്പറേച്ചർ എന്താണ്? മാഗ്നറ്റിക് മെറ്റീരിയലിനെ, ഐ മീൻ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂരി ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ്സ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇപ്പോൾ നമ്മൾ പഠിക്കാനില്ലാത്തതാണ്. മാഗ്നറ്റൈസേഷൻ ഈസ് സിമിലർ ടു മാഗ്നറ്റൈസേഷൻ. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ആക്കി ഒരു പ്രോപ്പർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പോളറൈസേഷൻ ഓഫ് ഡയലക്ട്രിക്. എന്താണ് പോളറൈസേഷൻ ഓഫ് ഡയലക്ട്രിക് എന്ന് പറയുന്നത്? ഡയലക്ട്രിക് എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ചാർജസ് എല്ലാം റാൻഡം ആയിട്ട് ഇങ്ങനെ കിടക്കുക, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ റാൻഡം ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. ഓക്കെ, റാൻഡം ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലെക്സ് കൊടുക്കുന്നു. ഇലക്ട്രിക് ഫ്ലെക്സ് കൊടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ ചാർജ് ഒക്കെ ഒന്ന് അലൈൻ ചെയ്യും. ഒരു സൈഡിൽ പോസിറ്റീവ്, ഒരു സൈഡിൽ നെഗറ്റീവ്, ഇങ്ങനെ അലൈൻ ചെയ്യും. ഇതിനാണ് നമ്മൾ പോളറൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് പോൾസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു റാൻഡം ആയിട്ട് കിടക്കുന്ന ചാർജസിനെ എല്ലാം ഒരു ഫ്ലെക്സ് കൊടുത്ത് അലൈൻ ചെയ്യുന്നതിന്, ഒരു ഡിസ്ക്രിയറ്റൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അലൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളറൈസേഷൻ ഓഫ് ഡയലക്ട്രിക് അല്ലെങ്കിൽ ഒരു പോളറൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്ലെക്സ് കൊടുത്ത് മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു പ്രോപ്പർ നോർത്ത് പോൾ അല്ലെങ്കിൽ അതിന്റെ ചാർജസിനെ എല്ലാം ഒന്ന് പോളറൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ മാഗ്നറ്റൈസേഷൻ ഈസ് സിമിലർ ടു പോളറൈസേഷൻ ഇൻ ഡയലക്ട്രിക് മെറ്റീരിയൽ.
റേഞ്ച് ഓഫ് പെർമിയബിലിറ്റി ഇൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. റേഞ്ച് ഓഫ് പെർമിയബിലിറ്റി ഇൻ ഉണ്ട്, ഇൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയ എന്ന് പറയുമ്പോൾ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഓപ്ഷൻ വരിക. ആ ഒരു നേരത്തെ ഫ്ലോ ചാർട്ട് പോലെ വരച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കുക. ഡയ എന്ന് പറയുമ്പോൾ തീരെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് പെർമിയബിലിറ്റി വരുന്നത്. സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. പാര എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും. ഫെറോ എന്ന് പറയുമ്പോൾ പ്യോർലി മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ.